നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. നമസ്കാരം സർ, പഹൽഗാമിന് തൊട്ട് മുന്നേ തുടങ്ങിയ ഒരു നീരസം, അതിനുശേഷം കുറച്ച് ഊർജിതമായി ഓപ്പറേഷൻ സിന്ദൂറിൽ അത് കുറച്ചുകൂടി അധികമായി. വീണ്ടും റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചുകൂടി പിണക്കങ്ങൾ വർദ്ധിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ അടുത്ത കാലത്തായി മോദി ജപ്പാൻ ചൈന സന്ദർശനത്തിന് ശേഷം ട്രംപ് വീണ്ടും പറയാണ് മോദി തൻ്റെ സുഹൃത്താണ്, ഇന്ത്യയുമായി വീണ്ടും ബന്ധം അവസാനിപ്പിച്ചിട്ടില്ല എന്നുള്ളത്. ഒരു പക്ഷേ പ്രധാനമന്ത്രിയും അത് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രതികരണമാണ് നടത്തിയത്. ഇത് ഏത് രീതിയിലായിരിക്കും പോകുന്നത്? മോദി ട്രംപിനെ വിശ്വസിക്കുമോ, അതോ ട്രംപ് ശരിക്കും മുട്ടുമടക്കിയതാണോ? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു ഭരണാധികാരി എന്നതിനേക്കാൾ ഒരു വലിയ കച്ചവടക്കാരനാണ്. ഈ കച്ചവടത്തിലെ ചില സമ്മർദ്ദ തന്ത്രങ്ങളുണ്ട്. ആദ്യം കടുത്ത സമ്മർദ്ദം ചെലുത്തുക, പിന്നീട് ചില വിട്ടുവീഴ്ചകൾ, ആ വിട്ടുവീഴ്ച മനോഭാവം പ്രകടിപ്പിക്കുക. അപ്പോൾ എതിർ സ്ഥാനത്ത് നിൽക്കുന്നവർ ആ വിട്ടുവീഴ്ചയിൽ കയറി പിടിച്ച് ഒരു സമവായത്തിലെത്തും. ഇവിടെ ട്രംപിൻ്റെ ലക്ഷ്യം ഒരു സമവായമാണ്. ഇന്ത്യയോട് മുട്ടി നിൽക്കാൻ ട്രംപിന് അത്ര ത്രാണിയില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ നിരവധി സംഭവ വികാസങ്ങൾ. ട്രംപിൻ്റെ സുരക്ഷാ ഉപദേഷ്ടാവിന് പോലും ഭയം ഇന്ത്യയോട് ഏറ്റുമുട്ടുന്നതിൽ. മറുവശത്തെ രാജ്യത്തെ അമേരിക്കയിലെ സാമ്പത്തിക വിദഗ്ധർ ട്രംപിനെ നിരന്തരം ഉപദേശിക്കുന്നു. നമ്മൾ ഏറ്റുമുട്ടുന്നത് ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള ഉപഭോക്തൃ ജനസമൂഹത്തോടാണ്. ഇത് അമേരിക്കയുടെ നിലനിൽപ്പിനെ ബാധിക്കും. മറുവശത്ത് അമേരിക്ക ഇന്ത്യ ഭയപ്പെടുന്നത് പോലെ ഇന്ത്യ കണക്ക് കൂട്ടിക്കളിച്ചു. അതിൻ്റെ നേർസാക്ഷ്യങ്ങളായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജപ്പാൻ സന്ദർശനം. ജപ്പാൻ അമേരിക്കയുടെ ഏറ്റവും സുഹൃത്ത് രാജ്യമാണ്, സഖ്യരാജ്യമാണ്. പസഫിക് മേഖലയിൽ ഒരു കവാടമായി ജപ്പാൻ നിൽക്കുന്നു. അവിടെ തലയുയർത്തി നിൽക്കുന്ന ജപ്പാനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചൈന തുടങ്ങി അമേരിക്ക എക്കാലത്തും എതിർത്തിരുന്ന സമ്പദ് വ്യവസ്ഥകൾക്ക് നേരെ അമേരിക്ക വലിയ പ്രതിരോധം ഉയർത്തിയിരുന്നു. അപ്പോൾ ജപ്പാനെ ചേർത്ത് പിടിച്ചാണ്. ക്വാഡ് ഉച്ചകോടി ഉടൻ തന്നെ ക്വാഡ് ഉച്ചകോടിക്ക് ഇന്ത്യ ആതിഥേയത്വം വഹിക്കാൻ ഒരുങ്ങുന്നു. പക്ഷേ ഈ ക്വാഡ് ഉച്ചകോടിയിലെ ഏറ്റവും ശ്രദ്ധേയമായ തലങ്ങൾ അതിലെ ജപ്പാന്റെയും ഓസ്ട്രേലിയയുടെയും സാന്നിധ്യമാണ്. ഇന്ത്യ വളരെ തന്ത്രപരമായി ഒരു വശത്ത് ഷാങ്ഹായ് കോർപ്പറേഷൻ SCO അതുവഴി ചൈനയെയും റഷ്യയെയും ചേർത്ത് പിടിക്കുന്നു. എന്നാൽ SCOയിലേക്ക് അംഗത്വത്തിന് വേണ്ടി അസർബൈജാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്ന കാഴ്ച, ഇന്ത്യ അതിനെതിരെ നിഷേധിക്കുന്ന കാഴ്ച, അതൊക്കെ മനോഹരമായ കാഴ്ചകളാണ്. ഇന്ത്യയുടെ ശത്രുവാണ് അസർബൈജാൻ. പാകിസ്ഥാനെ പിന്തുണച്ച് പാകിസ്ഥാൻ്റെ ഒരു കിരുനക്കയായി നിൽക്കുന്ന ഒരു രാജ്യമാണ്. പഴയ USSRന്റെ ഒരു ഭാഗമാണ്. മറുവശത്ത് കരുത്തരായ ജപ്പാനെയും ഓസ്ട്രേലിയയും എപ്പോഴും ചേർത്ത് പിടിക്കാൻ ഇന്ത്യ ശ്രദ്ധിച്ചിരുന്നു. ഇക്കുറി ചൈനയുമായി വലിയ ചങ്ങാത്തത്തിൽ ഏർപ്പെടുമ്പോഴും റഷ്യയുമായി വലിയ നയതന്ത്ര ഇടപാടുകൾക്ക് ഇന്ത്യ രൂപം കൊടുക്കുമ്പോഴും മറുവശത്ത് ജപ്പാനെ വിശ്വാസത്തിലെടുക്കുകയും ജപ്പാനെ ചേർത്ത് പിടിക്കുകയും ഇന്ത്യയുടെ ഏറ്റവും വലിയ വാണിജ്യ കരാറുകൾ ജപ്പാന് നൽകുകയും ചെയ്തുകൊണ്ടാണ് മോദി ഏറ്റവും തന്ത്രപ്രധാനമായ നയതന്ത്ര യാത്ര തുടങ്ങിയത്. ഇത് അമേരിക്കയെ ശരിക്കും ചൊടിപ്പിക്കുകയല്ല, പരിഭ്രമിപ്പിക്കുകയാണ് ചെയ്തത്. കാരണം അമേരിക്ക എന്ന ഓപ്ഷൻ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടപ്പോൾ ഇന്ത്യ മറ്റു രാജ്യങ്ങളുടെ വാതിലുകൾ വളരെ മനോഹരമായി തുറക്കുന്ന കാഴ്ച. അപ്പോൾ അമേരിക്കയിലേക്കുള്ള കയറ്റുമതി കുറയുന്നത് വഴി ഇന്ത്യൻ GDPയിൽ വരുന്ന ആ വിടവ് മറ്റ് രാജ്യങ്ങളെ ഉപയോഗിച്ച്, പ്രത്യേകിച്ച് ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളെ ഉപയോഗിച്ച് റഷ്യയെ കൂടുതൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്ത്യ കൈവരിക്കും എന്ന തോന്നൽ പൊതുവെ ലോകത്തിനുണ്ടായി. അതുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലേക്ക് അന്ന് യാത്ര തിരിക്കുമ്പോൾ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ ചില വിചിത്രമായ പ്രസ്താവനകൾ പുറത്തു വന്നത്. ഇനി ഇന്ത്യയെയും ചൈനയെയും നമുക്ക് മറന്നേക്കാം എന്നൊക്കെ അന്ന് ട്രംപ് പ്രതികരിച്ചിരുന്നു. പിന്നീട് റഷ്യൻ പ്രസിഡന്റ് പുതിനെയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെയും ഒക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആ നടത്തത്തിൻ്റെ ദൃശ്യങ്ങൾ, ആ വേദിയിൽ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ചകൾ, ഇതൊക്കെ ട്രംപിനെ തികച്ചും അസ്വസ്ഥനാക്കി. അതിൻ്റെ തുടർ ചലനങ്ങളാണ് പിന്നീട് നമ്മൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള കടുത്ത ചില പ്രസ്താവനകളിലൂടെ കേട്ടത്. എന്നാൽ ട്രംപിന് മനസ്സിലായി ഇന്ത്യയെ സമ്മർദ്ദത്തിലാഴ്ത്താൻ അത്ര പെട്ടെന്ന് കഴിയില്ല എന്ന്. ഇവിടെയാണ് മറ്റൊരു തലത്തിലേക്ക് ട്രംപ് മാറിയത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ട്, മഹാനായ നേതാവാണ്, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു സവിശേഷ ബന്ധമാണ് എന്ന് ട്രംപ് പ്രഖ്യാപിച്ചത്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിലാണ് ട്രംപിൻ്റെ ഈ പ്രസ്താവന വന്നത് എന്നത് വളരെ ശ്രദ്ധേയം. ഇതിന് തൊട്ടു പിന്നാലെ ഇന്ത്യ
ചില നിർണായക പ്രസ്താവനകൾ നടത്തുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ വാക്കുകൾ ഞങ്ങൾ അഭിനന്ദിക്കുന്നു, ആ വാക്കുകൾക്ക് കൂടുതൽ വില കൽപ്പിക്കുന്നു, അമേരിക്ക ഇന്ത്യ ചേർത്ത് പിടിക്കുമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി. അപ്പോൾ മഞ്ഞുരുകലിൻ്റെ ഒരു ദിവസമായിരുന്നു ഇന്നലെ. എന്നാൽ ഒരു ദിവസം ഇരുട്ടി വെളുത്തപ്പോൾ ഇന്ന് നമ്മൾ കേൾക്കുന്നത് അത്യന്തം ഭയാനകമായ വാർത്തകളാണ്. അമേരിക്കയിൽ നിന്നുള്ള IT ഔട്ട്സോഴ്സിംഗ് നിർത്തലാക്കാൻ പോകുന്നു എന്ന വാർത്ത. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇതിനു വേണ്ട നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഇത് ഏറ്റവും അധികം ബാധിക്കുന്ന ഇന്ത്യയാണ്. നമ്മുടെ തിരുവനന്തപുരത്തെ ടെക്നോ പാർക്ക് അടക്കം വലിയ അടച്ചുപൂട്ടൽ ഭീഷണിയിലേക്ക് പോകും. കാരണം അമേരിക്കൻ വ്യവസായികളുടെ, അമേരിക്കൻ ബിസിനസ്സിൻ്റെ IT ഔട്ട്സോഴ്സിംഗ് സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യൻ IT ഇൻഡസ്ട്രി മുഖ്യമായി നിൽക്കുന്നത്. ഇന്ത്യയിലാണ് മിക്ക അമേരിക്കൻ കമ്പനികളും അവരുടെ കോൾ സെൻറ്റർ, ബാക്ക്-എൻഡ് ഓഫീസുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഒരു കടുത്ത നിലപാടെടുത്താൽ ഇന്ത്യൻ IT വ്യവസായത്തെ അത് വലിയ തോതിൽ ബാധിക്കും. അതൊരു ന്യൂജൻ ബിസിനസ്സിനെയാണ്. ധാരാളം പേർ തൊഴിൽ രഹിതരാകും, കടുത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. അപ്പോൾ കൊടുത്തും സമ്മർദ്ദം ചെലുത്തിയും രണ്ട് രാജ്യങ്ങളും നിൽക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് നമ്മൾ അനുമാനിക്കാൻ. ട്രംപ് ഒരു വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ ഇന്ത്യ വിട്ടുവീഴ്ചയുടെ ഒരു വലിയ മനോഭാവം പ്രകടിപ്പിക്കും. മറുതലയ്ക്കൽ ട്രംപ് വീണ്ടും സമ്മർദ്ദം പിടിമുറുക്കുമ്പോൾ ഇന്ത്യ അതനുസരിച്ച് അമേരിക്കയ്ക്ക് നേരെ മറ്റൊരു സമ്മർദ്ദതന്ത്രം ഉപയോഗിക്കും. ഇത് നയതന്ത്രത്തിൻ്റെ ഏറ്റവും രസകരമായൊരു യുദ്ധക്കാഴ്ചയാണ്. നയതന്ത്ര തലത്തിൽ ഒരു താരിഫ് യുദ്ധം നമ്മൾ കണ്ടു. പിന്നീട് പ്രസ്താവനകൾ കൊണ്ട് മറ്റൊരു രാജ്യത്തെ സമ്മർദ്ദത്തിൽ ആഴ്ത്താനുള്ള ട്രംപിൻ്റെ തന്ത്രങ്ങൾ നമ്മൾ കണ്ടു, അമേരിക്കയുടെ തന്ത്രങ്ങൾ കണ്ടു. അപ്പോഴൊക്കെ ഇന്ത്യൻ പ്രതികരണങ്ങൾ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഇന്ത്യ ക്ഷമയുള്ള ഒരു രാജ്യമാണ്. ഇന്ത്യ നമ്മളെപ്പോഴും പറയും ആത്മീയതയുടെ കരുത്തുറ്റ ഒരു രാഷ്ട്രമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയുടെ പ്രതികരണങ്ങൾക്ക് മറ്റൊരു തലമുണ്ട്. ആ പ്രതികരണങ്ങൾ പലപ്പോഴും സമ്മർദ്ദത്തെക്കാൾ കൂടുതൽ എതിർ രാജ്യത്തെ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്ന സ്ഥാനങ്ങളെ പരിഭ്രമത്തിലാഴ്ത്തും. ഇന്ത്യയുടെ അടുത്ത നീക്കം എന്ത് എന്നുള്ളൊരു സംശയം. അവിടെയാണ് ഇത്തരം നീക്കങ്ങളെ നമ്മൾ വിലയിരുത്താൻ. ഇന്ത്യയുടെ പ്രതികരണങ്ങൾക്ക് മുൻപിൽ അമേരിക്ക ഒട്ടൊന്നു പതറി എന്നതിൻ്റെ സൂചന ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 1 മണിക്കൂർ മുമ്പ് പുറത്തു വരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ടെലിഫോണിൽ സംസാരിക്കാൻ ഒരുക്കമാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ അമേരിക്കയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. ഇത് സംബന്ധിച്ച സൂചനകൾ വൈറ്റ് ഹൗസ് നൽകി കഴിഞ്ഞു. അപ്പോൾ ശ്രദ്ധേയമായ ചില നീക്കങ്ങൾ, ശ്രദ്ധേയമായ സമ്മർദ്ദ തന്ത്രങ്ങൾ ഇരു രാജ്യങ്ങളും കൊണ്ടും കൊടുത്തും ഒരു യുദ്ധം നയിക്കുന്നു. അതാണ് നമ്മൾ ഈ കഴിഞ്ഞ 24 മണിക്കൂറായി കാണുന്നത്. ആദ്യം ഇന്ത്യയെ ഒന്ന് പുകഴ്ത്തുന്നു, മോദിയെ പുകഴ്ത്തുന്നു, ഇന്ത്യ പുകഴ്ത്തലുകളെ സ്വാഗതം ചെയ്യുന്നു. തൊട്ടു പിന്നാലെ ഒരു മുറുക്കിപ്പിടുത്തം, ഒരു സമ്മർദ്ദം, ഇന്ത്യൻ IT വ്യവസായങ്ങളെ കുരുക്കിലാക്കുമെന്ന ഒരു സമ്മർദ്ദം. അതവിടെ നിലനിൽക്കെ മോദിയെ വിളിക്കുന്നു. അത് നിലനിൽക്കെ ഇന്ത്യയുടെ തിരിച്ചടി എന്തായിരിക്കുമെന്ന ഒരു സംശയം സ്വാഭാവികമായി അവിടെ നിൽക്കും. അതിനിടയിലാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുമായുള്ള സംഭാഷണം. പക്ഷേ ഇവിടെ നമ്മൾ പരാമർശിക്കാതെ പോയ വലിയൊരു സമ്മർദ്ദ തന്ത്രമുണ്ട്. അത് ഇന്ത്യ പയറ്റിയതാണ്. മോദി ഇപ്പോൾ പയറ്റി വിജയിച്ചതാണ്. ആ സമ്മർദ്ദം എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇപ്പോൾ ഈ വർഷങ്ങളിൽ, ഈ അടുത്ത മാസങ്ങളിൽ നടക്കാൻ പോകുന്ന ഉച്ചകോടികളുടെ ഒരു പ്രാധാന്യം മനസ്സിലാക്കണം. ഈ വരുന്ന സെപ്റ്റംബർ മാസം അമേരിക്കയെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. UN പൊതുസഭ ന്യൂയോർക്കിൽ ചേരുന്നു സെപ്റ്റംബർ 23-ാം തീയതി മുതൽ. മുൻപ് അതിൻ്റെ ഒരു ഔദ്യോഗിക കലണ്ടർ പ്രസിദ്ധീകരിച്ചിരുന്നു. ആ കലണ്ടർ പ്രകാരം സെപ്റ്റംബർ 26-ന് ന്യൂയോർക്കിൽ വെച്ച് നടക്കുന്ന UN പൊതുസഭയെ അഭിസംബോധന ചെയ്യേണ്ടത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയുടെ ശത്രുരാജ്യ പട്ടികയിൽപ്പെട്ടവരാണ് റഷ്യയും ചൈനയുമൊക്കെ. റഷ്യ, ചൈന എപ്പോഴും അമേരിക്ക അവർക്കെതിരെ പ്രതിരോധം തീർക്കാൻ ഇന്ത്യയെ തങ്ങളുടെ ഒരു ഉറ്റ സുഹൃത്ത് രാജ്യമായി ചേർക്കാറുണ്ട്. പാകിസ്ഥാനെ ഒന്നും ലോകരാജ്യങ്ങൾ കൗണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ സെപ്റ്റംബർ 26-ന് അമേരിക്കയിലെ ന്യൂയോർക്കിൽ വെച്ച് നടക്കുന്ന UN പൊതുസഭയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുക്കേണ്ടത് അമേരിക്കയുടെ ഒരു പൊതു ആവശ്യമാണ്, പ്രത്യേകിച്ച് ട്രംപിൻ്റെ ഒരു ആവശ്യമാണ്. ട്രംപ് ഒരിക്കൽ തൻ്റെ ഉറ്റ സുഹൃത്ത് എന്ന് വിശേഷിപ്പിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഇക്കുറി UN പൊതുസഭയിൽ പങ്കെടുക്കുന്നില്ല എങ്കിൽ അത് ഇന്ത്യ അമേരിക്കയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രഹരമായി തീരും. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ത്യയിൽ നടക്കാനിരിക്കുന്ന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല, ക്വാഡ് ഉച്ചകോടിയിലേക്ക് താൻ ഇന്ത്യയിലേക്ക് കടന്നു വരില്ല എന്ന നിലപാട് ട്രംപ് സ്വീകരിച്ചത്. ഇവിടെ ശ്രദ്ധേയമായ മറ്റു ചില ചലനങ്ങളുണ്ടായി. ട്രംപ് ഇന്ത്യയെ സമ്മർദ്ദത്തിലാഴ്ത്താൻ ക്വാഡിൽ ട്രംപ് വരില്ല എന്ന് പറഞ്ഞു. ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ വരുന്ന 26-ാം തീയതിയിലെ പ്രോഗ്രാം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചില്ല. ആ
UN പൊതുസഭയിലേക്ക് പ്രധാനമന്ത്രിയില്ല, പകരം ഇന്ത്യയുടെ ഒരു മന്ത്രിയാണ് പങ്കെടുക്കുന്നത്, എസ് ജയശങ്കർ ആയിരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഇത് ഇരു രാജ്യങ്ങൾക്കിടയിൽ വലിയ സമ്മർദ്ദമുണ്ടാക്കി. ഇന്ത്യയിലേക്ക് ട്രംപ് വന്നില്ലെങ്കിലും ഒന്നുമില്ല എന്ന പൊതുഭാവമാണ് ഇവിടെ ഇന്ത്യ സ്വീകരിച്ചത്. കാരണം ക്വാഡ് രാജ്യങ്ങളെ കരുത്തുറ്റതാക്കി നിർത്തേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണ്. ഇപ്പോൾ ചൈന, റഷ്യ ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യങ്ങളാണ്. ചൈനയ്ക്കെതിരെ വലിയൊരു പ്രതിരോധ വലയം തീർക്കേണ്ട അനിവാര്യത ഇന്ത്യക്കില്ല. ഇവിടെ ജപ്പാന്, ഓസ്ട്രേലിയ അവർ അമേരിക്കയ്ക്ക് സമ്മർദ്ദം ചെലുത്തും. അപ്പോൾ ട്രംപ് ഇന്ത്യയിലേക്ക് വരുന്നില്ല എങ്കിൽ അത് ആ രാജ്യങ്ങളെ കൂടി ചൊടിപ്പിക്കും. ഇത് കൃത്യമായി ട്രംപിന് മനസ്സിലായി. മറ്റൊന്ന്, ദക്ഷിണാഫ്രിക്കയിൽ നടക്കാനിരിക്കുന്ന G20 ഉച്ചകോടി നവംബറിൽ. ആ ഉച്ചകോടിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വരില്ല എന്ന് നേരത്തെ പ്രഖ്യാപിച്ചതാണ്. നേരത്തെ ചില കണക്കൂട്ടലുകൾ ഉണ്ടായിരുന്നു. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് നടക്കുന്ന G20 ഉച്ചകോടിയിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ ഒരു സ്വകാര്യ ചർച്ച അല്ലെങ്കിൽ ഒരു പൊതു ചർച്ച ഉണ്ടാകുമെന്നും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ചില സമവായ ഫോർമുലകൾ ഉരുത്തിരിയുമെന്നും. അങ്ങനെ സംഭവിക്കാൻ ഇനി 2 മാസം കൂടി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ട്രംപ് വ്യക്തമായൊരു നിലപാടെടുത്തു. G20 ഉച്ചകോടിയിൽ പങ്കെടുക്കില്ല എന്ന്. അതിൻ്റെ കാരണമുണ്ട്. ദക്ഷിണാഫ്രിക്ക ഇസ്രായേലിനോട് സ്വീകരിച്ചിരിക്കുന്ന ഒരു നയസമീപനം, അതിൻ്റെ ഒരു വിമർശനാത്മകമായ സമീപനമാണ് ട്രംപ് G20 ഉച്ചകോടിയിൽ ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിലേക്ക് വരില്ല എന്ന പ്രഖ്യാപനത്തിന് പിന്നിൽ. എന്നാൽ 2026 ഡിസംബറിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഏറ്റവും പ്രസ്റ്റീജിയസ് ഉച്ചകോടി അമേരിക്കയിൽ വെച്ച് നടക്കുകയാണ്. അമേരിക്കയിലെ മിയാമിയിലുള്ള ട്രംപിൻ്റെ ഗോൾഫ് ക്ലബ്ബിൽ, ആ റിസോർട്ടിൽ വെച്ച് നടക്കുന്ന G20 ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് പുതിൻ വരും, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഉണ്ടാകും. അത് അമേരിക്കൻ പ്രസിഡന്റിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ആഡംബര സമൃദ്ധമായ ലോക നേതാക്കൾക്ക് വേണ്ടിയുള്ള ഒരു ആതിഥേയത്വം വഹിക്കലാവും. ഈ ട്രംപ് വലിയ സൽക്കാരപ്രിയനാണ്, അഹങ്കാരിയുമാണ്. അപ്പം ട്രംപിനെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു നേതാവ് ആ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നില്ല എങ്കിൽ വളരെ പ്രകോപിതനാകും. ഇവിടെയാണ് 2026 ട്രംപിൻ്റെ ഗോൾഫ് ക്ലബ്ബിൽ നടക്കുന്ന ഉച്ചകോടിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കില്ല എന്ന സൂചനകൾ കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ചുരുക്കത്തിൽ വലിയ സമ്മർദ്ദത്തിൽ ട്രംപിനെ ആഴ്ത്താൻ ഈ നിലപാട് കൊണ്ടു കഴിഞ്ഞു. ഇത്തരമൊരു നിലപാടൊരു പ്രധാനമന്ത്രി സ്വീകരിക്കണമെങ്കിൽ, ഇന്ത്യൻ ഭരണകൂടം സ്വീകരിക്കണമെങ്കിൽ അതിന് വല്ലാത്തൊരു കരുത്ത് വേണം. അതിന് പകരം ഓപ്ഷനുകൾ വേണം. അമേരിക്കയെ പോലെ ലോകത്തിലെ ഏറ്റവും ശക്തമായൊരു സമ്പദ് വ്യവസ്ഥയാണ് ഇവിടെ വെല്ലുവിളിക്കുന്നത്. അപ്പോൾ ഇന്ത്യ GDPയിൽ വരും നാളുകളിൽ കുതിച്ചുയരുമെന്നും 2038 അമേരിക്കയ്ക്കപ്പുറം ഇന്ത്യയുടെ GDP വളരുമെന്നുമുള്ള ധാരാളം പ്രവചനങ്ങൾ നിലനിൽക്കവെയാണ് അമേരിക്കയുമായിട്ടുള്ള ഈ നയതന്ത്ര യുദ്ധം, വാണിജ്യ യുദ്ധം. ഇവിടെ ഇപ്പോൾ ട്രംപ് ഒരു പിടി ഇന്ത്യയുടെ നിലപാടുകൾക്ക് മുൻപിൽ അയഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. ട്രംപ് നരേന്ദ്രമോദിയുമായി ഒരു ടെലിഫോൺ സംഭാഷണത്തിന് ഒരുക്കമാണ് എന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ ഇന്ത്യക്ക് ഏറ്റവും അനുകൂലമായ ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് വേണം നമ്മൾ ധരിക്കാൻ. IT ഔട്ട്സോഴ്സിംഗ് പോലുള്ള ഗിമിക്കുകൾ ഇന്ത്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തും എന്ന് ട്രംപ് നേരത്തെ പറഞ്ഞതിൻ്റെ ചില പ്രതിഫലനങ്ങളാകാം. അതിലൊന്നും ഇന്ത്യ ഭയന്നില്ല. അത്തരം നിലപാടുകളെക്കുറിച്ച് ഇന്ത്യ യാതൊരുവിധ പ്രസ്താവനയും നടത്തിയില്ല. ഏത് ഉപരോധവും വന്നോട്ടെ, ഇന്ത്യയുടെ രാജ്യ താൽപ്പര്യ വിരുദ്ധമായ ഒരു തീരുമാനത്തിനും ഈ രാജ്യം ഒരുക്കമല്ല എന്നാണ് പലപ്പോഴും ഇന്ത്യ പ്രഖ്യാപിച്ചത്. അത് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. അതെ, ജയശങ്കറും അത്തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും ഇന്ത്യക്ക് മേലും ഒരു വല്ലാത്ത സമ്മർദ്ദം ചെലുത്തുമ്പോൾ അവിടെ മോദിക്ക് ഒരു അയഞ്ഞു നിൽക്കേണ്ടുന്ന ഒരു മനോഭാവമല്ലേ കാണുന്നത്? അതെ, പരസ്പര വിട്ടുവീഴ്ചയാണ് ലോകക്രമത്തിൻ്റെ അടിസ്ഥാനം. അത് ഇന്ത്യ മനസ്സിലാക്കുന്നു. ലോകത്ത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വിട്ടുവീഴ്ച നടത്തിയിട്ടുള്ള ഒരു രാജ്യം ഇന്ത്യ തന്നെയായിരിക്കും. കാരണം നമുക്കറിയാം, പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ എന്ന ഭൂപ്രദേശത്തിൻ്റെ കാര്യം മുതൽ 1971 യുദ്ധത്തിൽ, ഇന്ത്യ പാക് യുദ്ധത്തിൽ, ആ പ്രദേശത്തിൽ ബഹുഭൂരിപക്ഷവും നമ്മളൊന്ന് പിടിച്ചെടുത്തതാണ്. പക്ഷെ പിന്നീട് ഷിംല കരാറിലൂടെ വിട്ടുകൊടുത്ത ഇന്ത്യ, അത് ഒരു അപൂർവ സ്ഥിതിവിശേഷമാണ്. പിന്നീട് ബംഗ്ലാദേശ് സ്വതന്ത്രമാക്കപ്പെട്ട യുദ്ധത്തിൽ, അതേ യുദ്ധം തന്നെയാണ് ഞാൻ പറഞ്ഞ പാകിസ്ഥാൻ യുദ്ധം, നമുക്ക് ബംഗ്ലാദേശിൻ്റെ അതിർത്തിയിലേക്ക് അന്ന് എത്ര വേണമെങ്കിലും കടന്നു കയറാമായിരുന്നു. പക്ഷെ അവിടെയൊക്കെ ഇന്ത്യ സ്വീകരിച്ച ഒരു സമചിത്തത, ചൈന ഇന്ത്യ ചതിച്ചിരുന്നൊരു കാലഘട്ടം, പിന്നീട് ചൈനയുടെ മണ്ണിലേക്ക് ഇന്ത്യക്ക് കടന്നു കയറാൻ പ്രാപ്തമായ ഇന്ത്യയുടെ ചില നീക്കങ്ങളുണ്ടായിരുന്നു. അവിടെയും ഇന്ത്യ വിട്ടുവീഴ്ച ചെയ്തു. കാർഗിൽ യുദ്ധ വേളയിൽ പോലും ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ സൈനികർ പാകിസ്ഥാൻ ഭൂപ്രദേശത്തേക്ക് കയറിയിരുന്നു. അവരെ പിന്നീട് തിരിച്ചു വിളിക്കുകയാണ് ചെയ്തത്. ഭൂപ്രദേശ വീണ്ടെടുക്കലുകളുടെ യുദ്ധക്രമം മാത്രമല്ല, നയതന്ത്ര തലത്തിലും
വാണിജ്യ ഇടപെടലുകളിലും ഈ വിട്ടുവീഴ്ച ധാരാളം ഇന്ത്യ ലോകരാജ്യങ്ങളോട് കാട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയെ ക്ഷമയുള്ള രാജ്യമായി ലോകം പലപ്പോഴും വാഴ്ത്തുന്നതും. പാകിസ്ഥാനുമായി ഇപ്പോൾ അടുത്ത കാലത്ത് നടന്ന സംഘർഷം, അവിടെയും ഇന്ത്യ ഏറ്റവും ഒടുവിൽ വിട്ടുവീഴ്ച ചെയ്യുന്ന കാര്യമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ വിട്ടുവീഴ്ച എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു തോൽവിയല്ല, അത് വലിയ വിജയങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ എളിമയുടെ ഭാവമാണ്. അതിന് ഇന്ത്യക്ക് എപ്പോഴും പൂർണ്ണ മനസ്സാണ്. അതുതന്നെയാണ് അമേരിക്ക ഇന്നലെ ഒരു നല്ല വാക്കുകൊണ്ട് ഇന്ത്യയെ പൊതിഞ്ഞപ്പോൾ തിരികെ അതേ നല്ല വാക്കുകളുടെ ഒരു വലിയ പൂച്ചെണ്ട് സമ്മാനിച്ചത്. അത് ഇന്ത്യയുടെ കരുത്താണ്. ഇന്നലെ നരേന്ദ്രമോദിയുടെ വാക്കുകൾ, എസ് ജയശങ്കറിൻ്റെ വാക്കുകൾ, അതൊക്കെ അമേരിക്കയെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നതാണ്. അമേരിക്ക പോലൊരു വലിയ സമ്പദ് വ്യവസ്ഥയെ എക്കാലത്തും ശത്രുവാക്കിയിടാൻ ഇന്ത്യയെ പോലെ നയതന്ത്ര രംഗത്ത് എന്നും തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന ഒരു രാജ്യത്തിന് കഴിയില്ല. കാരണം അമേരിക്ക ശക്തമായൊരു സാമ്പത്തിക വ്യവസ്ഥയുള്ള രാജ്യമാണ്. ഇപ്പോഴും വലിയ ഉപഭോക്തൃ സമൂഹം അവരുടെ കയ്യിലുണ്ട്. അവർ വലിയ തോതിൽ പണം ചെലവഴിച്ച് സാധനങ്ങൾ വാങ്ങുന്നവരാണ്. ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് ലോകത്തിലെ ഏറ്റവും മികച്ച വിപണികളിൽ ഒന്നാണ് അമേരിക്ക. അവിടെയാണ് നമ്മൾ IT ഔട്ട്സോഴ്സിംഗ് പോലുള്ള മേഖലകളുടെ ഒരു പ്രാധാന്യം കൂടി മനസ്സിലാക്കുക. അമേരിക്കൻ വ്യവസായങ്ങളെയും ബിസിനസ്സിനെയും ഒക്കെ ആശ്രയിച്ച് നിൽക്കുന്ന ഇന്ത്യൻ IT വ്യവസായം ഇവിടെ ഇതേപോലെ വളരണമെങ്കിൽ, നിലനിൽക്കണമെങ്കിൽ അവരുടെ സഹായം അത്യന്താപേക്ഷിതമാണ്. നമുക്ക് IT ഔട്ട്സോഴ്സിംഗ് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അത്ര എളുപ്പമല്ല. വലിയ തോതിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളൊക്കെ ധാരാളം IT ബിസിനസ്സുകൾ ഇന്ത്യയുമായി ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും അമേരിക്കയാണ് നമ്മുടെ ആ കാര്യത്തിലുള്ള ഏറ്റവും വലിയൊരു ഉപഭോക്തൃ വിപണി. പക്ഷെ അവിടെ ഒരു സംശയം ബാക്കി നിൽക്കുകയാണ്. അമേരിക്കയുടെ ഒരു പിന്മാറ്റം മൂലം ഇന്ത്യ കെട്ടിപ്പടുത്താൻ ശ്രമിച്ച ചില സൗഹൃദങ്ങൾ, ചില കൂട്ടുകെട്ടുകൾ, ചില ബന്ധങ്ങൾ അവിടെ വീണ്ടും ഒരു വിള്ളലുണ്ടാവാൻ ഒരിക്കലും ഇന്ത്യയുടെ ഒരു പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പഴയ ചേരിചേരാ നയം തൊട്ട് ഇന്നേ വരെയുള്ള ശീത യുദ്ധകാലം മുതൽ ഇന്ന് വരെയുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമായി. ഇന്ത്യക്ക് സ്ഥിരമായ ശത്രുക്കളും മിത്രങ്ങളും ഇല്ല. അത് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നമ്മുടെ പ്രധാനമന്ത്രി ചൈനയിൽ നിൽക്കുമ്പോൾ പറഞ്ഞ വാക്കുകളാണ്. ഇന്ത്യക്ക് സ്ഥിരമായ ശത്രുക്കളും മിത്രങ്ങളും ഇല്ല. നമുക്ക് എല്ലാവരോടും സമഭാവനയാണ്. അതുതന്നെയാണ് ഈ ബന്ധങ്ങളുടെ കാതലായ ഒരു പൊരുളും. റഷ്യയെ അവരുടെ നിർണായക സമയത്ത് നമ്മൾ കൈവിട്ടില്ല. റഷ്യ ഇന്ത്യയെ ചേർത്ത് പിടിച്ചു. ചൈനയുടെ വാണിജ്യ താല്പര്യങ്ങൾക്കെതിരെ അമേരിക്ക നിന്നപ്പോൾ, ഇന്ത്യയുടെ വാണിജ്യ താല്പര്യങ്ങൾക്കെതിരെ അമേരിക്ക നിന്നപ്പോൾ ഇന്ത്യയും ചൈനയും ഒരുമിച്ച് നിന്നു. കാരണം അതൊരു സമ്മർദ്ദ തന്ത്രമായിരുന്നു. എന്നാൽ മറുവശത്ത് അമേരിക്കയോട് ഒരിക്കലും ഇന്ത്യ ഒരു ശത്രുതാഭാവം സ്വീകരിച്ചിട്ടില്ല. പലപ്പോഴും അമേരിക്ക ഇന്ത്യയുടെ ശത്രുരാജ്യമായ പാകിസ്ഥാൻ ആയുധങ്ങൾ വിൽക്കുന്നു, അവർക്ക് ധാരാളം മറ്റു സഹായങ്ങൾ നൽകുന്നു. അമേരിക്കയെ സംബന്ധിച്ച് പാകിസ്ഥാൻ അവരുടെ തന്ത്രപ്രധാനമായ ഒരു പങ്കാളിയാണ്. കാരണം പാകിസ്ഥാനിൽ നിന്നാണ് അമേരിക്കയ്ക്ക് ചൈനയെ ആക്രമിക്കേണ്ട എന്തെങ്കിലും ഒരു സന്ദർഭമുണ്ടായാൽ അമേരിക്കയുടെ ഒരു പോർമുന ഒരുക്കേണ്ടത് പാകിസ്ഥാനിലാണ്. ചൈന പാകിസ്ഥാൻ സഖ്യത്തിലാണെങ്കിലും അമേരിക്കയുടെ ഒരു തന്ത്രപരമായ പങ്കാളിയാണ്. എല്ലാ കാലത്തും ചൈനയെ മെരുക്കാൻ പാകിസ്ഥാനെ ഉപയോഗിക്കാമെന്ന് അമേരിക്ക കണക്കൂട്ടുന്നു. കാരണം ഏഷ്യയുടെ ഒരു വാതായനമായി നിൽക്കുന്ന ഒരു രാജ്യം. ഇതേപോലെ ഒരു ഫോർത്ത് സ്റ്റെപ്പ് അമേരിക്കയ്ക്ക് ഇന്ത്യ നൽകില്ല. മറ്റൊരു യുദ്ധക്രമത്തിന് വേണ്ടി ഇന്ത്യൻ മണ്ണ് അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കില്ല എന്ന് അമേരിക്കയ്ക്ക് വ്യക്തമായി അറിയാം. പക്ഷേ പാകിസ്ഥാൻ ആരെയും ചതിക്കുന്ന രാജ്യമാണ്. അവർക്ക് ചൈനയെ ഒറ്റുകൊടുക്കാനോ ചതിക്കാനോ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. നേരത്തെ നമ്മൾ അഫ്ഗാൻ യുദ്ധത്തിൽ അമേരിക്ക പാകിസ്ഥാനിൽ താവളമർപ്പിക്കുന്ന പലപ്പോഴും കണ്ടതാണ്. അതുകൊണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനെ ഒരു തന്ത്രപരമായ ഒരു പങ്കാളിയായി അവർ നിലനിർത്തുന്നതിൽ ഇന്ത്യ വലിയ അസഹിഷ്ണുത പ്രകടിപ്പിക്കേണ്ടതില്ല. ഇന്ത്യ തന്ത്രപരമായി നീങ്ങി അവരുടെ വാണിജ്യ സാധ്യതകളെ ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. ഏതായാലും ചർച്ചയുടെ അവസാന ഭാഗം എത്തുമ്പോൾ എൻ്റെ ഫ്രണ്ടാണ് മോദി എന്ന് പറയുമ്പോഴും അവിടെ ഒരു നയതന്ത്ര ബന്ധം മാത്രമാണ് ഇന്ത്യ കൊടുക്കുന്നത്. ഒരു പൂ കൊടുക്കുമ്പോൾ ഒരു പൂക്കാലം തന്നെ കൊടുക്കാൻ ഇന്ത്യ തയ്യാറാണ്. സുഹൃത്ത് തന്നെയാണ്. അതെ, സൗഹൃദത്തിനപ്പുറം ഈ പറയുന്നത് പോലെ ഒരു പൂ കൊടുക്കുമ്പോൾ പൂക്കാലം തന്നെ ഇന്ത്യ കൊടുക്കും. പക്ഷേ അതിനപ്പുറം ഒരു സമ്മർദ്ദം ചെലുത്തിയാൽ അതേ രീതിയിൽ തന്നെ അണുവിടവിടാതെ തന്നെ ഇന്ത്യ ആ ഒരേ നിലയിൽ തന്നെ നിൽക്കും. എന്ത് തന്നെയായാലും പല സംശയങ്ങളും ഇപ്പോൾ ഈ പറയുന്നത് പോലെ ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ ഉന്നയിക്കുന്നുണ്ട്. ഇതെന്താവും അവസ്ഥ എന്നുള്ളത്. കാരണം ഒരു ഭാഗത്ത് അനുകൂല നിലപാട് വരുന്നു, മറുഭാഗത്ത് സമ്മർദ്ദം വരുന്നു. അപ്പം എന്ത് തന്നെയായാലും തീർച്ചയായിട്ടും ഇന്ത്യയുടെ മേൽ എത്ര സമ്മർദ്ദം ചെലുത്തിയാലും ട്രംപ് ഒരു കാലത്തും വിജയിക്കാൻ പോകുന്നില്ല. ഇന്ത്യക്ക് ഇന്ത്യയുടേതായ ഒരു നിലപാട്. ഇവിടെ ഒറ്റ വാക്കിൽ ഉത്തരം പറയാം. തന്റെ സൗഹൃദം രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി
ആഗ്രഹിക്കുന്നില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന്, സൗഹൃദത്തിനപ്പുറം ഒരു സന്യാസിയുടെ ഭാവമുണ്ട് ഇന്ത്യൻ ഭരണാധികാരിക്ക്. അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത രീതി, അദ്ദേഹം നിയോഗിക്കപ്പെട്ട ഒരു രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ അത് പ്രകടമാണ്. മറ്റ് രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് മുൻപിൽ, പ്രത്യേകിച്ച് ശക്തിയുള്ള കരുത്തുറ്റ ഒരു രാജ്യം ഇന്ത്യക്കെതിരെ സമ്മർദ്ദം ചെലുത്തി എന്നതിൻ്റെ പേരിൽ ഇന്ത്യ വിട്ടുവീഴ്ച അല്ലെങ്കിൽ തോൽവിയിലേക്ക് കൂപ്പുകുത്താൻ ഞാൻ അനുവദിക്കില്ല. അത് എൻ്റെ പരിപൂർണമായ വീഴ്ചയ്ക്ക് ശേഷമായിരിക്കുമെന്ന് ചെങ്കോട്ടയിൽ വെച്ച് നമ്മുടെ ഈ കുറി സ്വാതന്ത്ര്യ ദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞത് നമ്മുടെ ഓർമ്മയിലുണ്ട്. അദ്ദേഹം അത് കാത്ത് സൂക്ഷിക്കുമെന്ന് നമുക്ക് കരുതാം. കാരണം അതിന് വിരുദ്ധമായി ഒന്നും കാണുന്നില്ല. ഒപ്പം തന്നെ സുഹൃത്തിന് നൊബേൽ സമ്മാനത്തിന് വേണ്ടിയിട്ട് ഉള്ള ഒരു പിന്തുണ മോദി നൽകുമോ എന്നുള്ളത് കൂടി നമുക്ക് കാത്തിരിക്കാം. അല്ല, അതിലൊക്കെ ഒരു നിലപാടിലെ ക്ലാരിറ്റി അത് നമ്മൾ തീർച്ചയായിട്ടും അംഗീകരിക്കണം. ആ ക്ലാരിറ്റി തന്നെയാണ് ഇന്ത്യയുടെ വ്യക്തതയും തെളിമയും. നന്ദി, നമസ്കാരം.